നമസ്കാരം. മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള പ്രതിരോധത്തിനിടയിലൂടെയാണ് CPM ഇപ്പോൾ കടന്നു പോകുന്നത്. പലപ്പോഴും പാർട്ടിക്ക് മുമ്പൊക്കെ പല തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിച്ചപ്പോഴുണ്ടായ പല കാര്യങ്ങളും ഇന്ന് ഉയർന്നു വരികയാണ്. ഒന്നിനു പിറകെ ഒന്നായാണ് ഇപ്പോൾ പിണറായി വിജയനെയും CPM-നെയും CPM നേതാക്കളെയും ഒക്കെ പഴയ കാര്യങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അവസാനിച്ചു എന്നു കരുതിയ പല വിഷയങ്ങളും ഇപ്പോൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ പിണറായി വിജയനെതിരെ തന്നെയുള്ള അല്ലെങ്കിൽ CPM-നും CPM നേതാക്കൾക്കുമെതിരെയുള്ള ആയുധങ്ങളായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, കണ്ണൂരിലെ ADM നവീൻ ബാബുവിൻ്റെ മരണം, ആ മരണത്തിന് ശേഷം അതൊരു അസ്വാഭാവിക മരണമായിരുന്നു, ആത്മഹത്യയാണെന്നൊക്കെയാണെന്ന് CPM ന്യായീകരിച്ചത്. പക്ഷേ അതിനുശേഷം ഈ ADM-ൻ്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു, ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, തൃപ്തികരമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ ADM നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകുന്നതിനെക്കുറിച്ച് ആശ്രിത നിയമനം നൽകാനും പിണറായി വിജയൻ്റെ സർക്കാർ തയ്യാറായില്ല. ആ കേസിലെ ഏക പ്രതി അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയാണ്. PP ദിവ്യയെ പിന്നീട് ഈ സ്ഥാനത്തു നിന്ന് നീക്കി, തരം താഴ്ത്തി, അങ്ങനെ ഒരുപാട് നടപടികൾ അവർക്കെതിരെ വന്നു. ഇപ്പോൾ PP ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം കൂടി വന്നിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകനും ചേർന്ന് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവം. നവകേരള സർക്കിട്ടിനിടയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയൊക്കെ മർദ്ദിച്ച ആ സംഭവം നമ്മളെല്ലാം കണ്ടതാണ്. പിണറായി വിജയൻ്റെ സർക്കാർ ഇതെല്ലാം അട്ടിമറിച്ച് അന്വേഷണമൊക്കെ അവസാനിപ്പിച്ചു. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ വീണ്ടും പുനരന്വേഷണം നടത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പ്രത്യേക അന്വേഷണ സംഘം DGPക്ക് റിപ്പോർട്ട് നൽകി. അതും പിണറായി വിജയനെയും പാർട്ടിയെയും ഒക്കെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന കാഫിർ സ്ക്രീൻഷോട്ട്, ആ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ അന്ന് നടന്നിരുന്നു. പക്ഷേ ആ അന്വേഷണവും ഇപ്പോൾ UDF സർക്കാർ കൊടിതട്ടി എടുത്തൊരിക്കുകയാണ്. വീണ്ടും അന്വേഷണം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. DYFI നേതാക്കളെയൊക്കെ ഇന്ന് ചോദ്യം ചെയ്തു. അതിൽ ഒരു DYFI നേതാവ് സ്ഥാനമൊഴിഞ്ഞു. അങ്ങനെയുള്ള സംഭവങ്ങളും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ CPM-നെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു വിഷയമാണ് കരുവന്നൂർ വിഷയം, കരുവന്നൂർ ബാങ്ക് കൊള്ള. ഏകദേശം 500-ലധികം കോടിയുടെ തട്ടിപ്പാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടത്തിയത്. അതിൽ നിക്ഷേപകരിൽ പലരും ആത്മഹത്യ ചെയ്തു. അന്നൊക്കെ അത് വലിയ കോളിളക്കം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയ അവസ്ഥയിലാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും കോടതി ഇതിന്റെ തുടരന്വേഷണത്തിനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മുൻ മന്ത്രിയും MP-യുമായ K രാധാകൃഷ്ണനും തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസും AC മൊയ്തീനും, നിലവിലെ MLA AC മൊയ്തീനും ഒക്കെ ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ടി വരും. അതും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ഇനിയുള്ളത് മാസപ്പടി കേസിൻ്റെ അന്വേഷണം ഇനി നടക്കില്ല, അതൊക്കെ തേഞ്ഞുമാഞ്ഞു പോകും എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ നിന്നപ്പോഴാണ് പിണറായി വിജയന് ഭരണം നഷ്ടപ്പെട്ടത്. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിണറായി വിജയൻ്റെ മകളുടെ വാടക വീട്ടിലേക്ക് ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തുന്നു. അതിനുശേഷം അന്ന് തന്നെ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ശ്രമം CPM പ്രവർത്തകർ നടത്തുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് 26 പേർ ഇപ്പോഴും ജയിലിലാണ്. അവർക്കുടനെയൊന്നും ജാമ്യം കിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്ന് മാത്രമല്ല, എത്രയും വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. മാത്രമല്ല, തങ്ങളെ വധിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഇതിലൊക്കെ ചുക്കാൻ പിടിച്ചതും പ്രവർത്തകരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതും CPM നേതാക്കളാണെന്നും അതുകൊണ്ട് അവർക്കെതിരെ നടപടി വേണമെന്നും ED ഉദ്യോഗസ്ഥർ ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ കേസ് കോടതിയിലെത്തുമ്പോൾ കക്ഷി ചേരാനും അവർ തയ്യാറാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തി അതിൻ്റെ തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ED മുന്നോട്ട് പോവുകയാണ്. ED ഡയറക്ടർ തന്നെ എറണാകുളത്ത് നേരിട്ടെത്തി ഇത് സംബന്ധിച്ചുള്ള പല മാർഗ്ഗനിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള പല നീക്കങ്ങളും EDയുടെ ഭാഗത്തു നിന്നുണ്ടാകും. സാധാരണ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ CPM-ന് വലിയ പ്രയാസമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷേ ഇത് ഒന്നിന് പിറകെ ഒന്നായി പല വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇതിനെ വിവാദങ്ങളെന്ന് പറയാൻ കഴിയില്ല. കൃത്യമായിട്ടുള്ള
വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ പൊതുജനങ്ങളുടെ മുന്നിലെത്തിയ പല വിഷയങ്ങളുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉയർന്നു വരുന്നത്. ഇപ്പം ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചത് തന്നെ അതൊരിക്കലും ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കരുവന്നൂർ ബാങ്ക് കൊള്ള അതൊരിക്കലും ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ADM നവീൻ ബാബുവിൻ്റെ കാര്യമായിരുന്നാലും അങ്ങനെ പല വിഷയങ്ങളും ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള വിഷയങ്ങളൊക്കെ താരതമ്യേന ചെറുതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ വലിയ വിഷയങ്ങൾ അതിനി കത്തിപ്പടരുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല CPM നേതാക്കൾക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. UDF സർക്കാർ കേരളത്തിലെ പൊതുസമൂഹം പൊതുജനങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഊർജ്ജസ്വലരായി തന്നെ മുന്നോട്ട് പോകുന്നു. അവരുടെ ഓരോ നടപടികളും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് മാത്രമല്ല ഈ പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും അണികളും കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ഇത് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ജീവിച്ച സാധാരണക്കാരായ ജനങ്ങൾ അവർ ഇതൊക്കെ ആഗ്രഹിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ. എന്തായാലും ഈ തുടരെ ഉണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികൾ CPM-നെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇനി എങ്ങനെ ഉയർന്നു വരും, എങ്ങനെ കരകയറും, ഈ ജയിലിൽ കിടക്കുന്ന അണികളെ എങ്ങനെ പുറത്തിറക്കും, ഈ അണികളെ കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാകും എന്നൊക്കെയുള്ള വലിയ ആശങ്കയിലാണ് AK ബാലനും MB ഗോവിന്ദനും അടക്കമുള്ള നേതാക്കളൊക്കെ. എന്തായാലും CPM എന്ന പ്രസ്ഥാനം തകർന്നടിയുന്ന കാഴ്ചയാണ്. ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരാൻ കഴിയാത്ത വിധം തകർന്നടിയുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.